അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ താബിഈ ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ, അബു അബ്ദില്ലാ ഔൻ ഇബ്നു അബ്ദില്ലാ അൽ കൂഫി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 115-ലാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം ഇപ്രകാരമാണ്: മാ അഖ്ബഹ അസ്സയ്യിആതി ബഅദ അസ്സയ്യിആത് വമാ അഹ്സനൽ ഹസനാതി ബഅദ അസ്സയ്യിആത് വഅഹ്സനു മിൻ ദാലിക അൽ ഹസനാതു ബഅദൽ ഹസനാത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാ അഖ്ബഹ അസ്സയ്യിആതി ബഅദ അസ്സയ്യിആത്, തിന്മകൾക്ക് ശേഷം വീണ്ടും തിന്മകൾ ചെയ്യുക എന്നുള്ളത് എത്ര മോശപ്പെട്ട കാര്യമാണ്. തിന്മകൾ ചെയ്യുന്നു, വീണ്ടും തിന്മകൾ ചെയ്യുന്നു എന്നുള്ളത് എത്ര മോശം കാര്യമാണ്. അടുത്തത് അദ്ദേഹം പറയുന്നു വമാ അഹ്സനൽ ഹസനാതി ബഅദ അസ്സയ്യിആത്, തിന്മകൾക്ക് ശേഷം, തിന്മ സംഭവിച്ചതിന് ശേഷം നന്മകൾ ചെയ്യുക എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നന്മകൾ ചെയ്യുക എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നു അഹ്സനു മിൻ ദാലിക്, അതിനേക്കാൾ നല്ല കാര്യമെന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കാര്യമെന്നുള്ളത് അൽ ഹസനാത്തു ബഅദൽ ഹസനാത്ത്, നന്മകൾ ചെയ്യുന്നതിന് ശേഷം വീണ്ടും നന്മകൾ ചെയ്യുക. നന്മ ചെയ്യുന്നു, വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യുന്നു, ഇതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നോക്ക്, 3 അവസ്ഥകളാണ് പറഞ്ഞിട്ടുള്ളത്. തിന്മകൾ ചെയ്യുന്നു, വീണ്ടും തിന്മകൾ ചെയ്യുന്നു, അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും തിന്മകൾ തന്നെ, തിന്മകൾ ചെയ്ത് വീണ്ടും തിന്മയിൽ തന്നെ തുടരുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നന്മകൾ ചെയ്യുക, തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വരിക. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്മയിലേക്ക് തിരിച്ചു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു നന്മ ചെയ്യുക, എങ്കിൽ എൻ്റെ ആ നന്മകൾ മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോൾ തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉടനെ നന്മകൾ വർദ്ധിപ്പിക്കുക, ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇവിടെ മൂന്നാമത്തെ അവസ്ഥ പറയുന്നത് ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. നന്മകൾ ചെയ്യുക, വീണ്ടും നന്മകളിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുക. നന്മകൾ ചെയ്യുന്നു, വീണ്ടും നന്മകൾ ചെയ്യുന്നു, ഈ ഒരു അവസ്ഥ, ഇതാണ് ഏറ്റവും നല്ല അവസ്ഥ. റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം, റമദാനിൽ നമ്മൾ പല നന്മകളും ചെയ്തിട്ടുണ്ട്. ആ നന്മകൾക്ക് ശേഷം വീണ്ടും നന്മകൾ തുടരുക എന്നുള്ളത് ഏറ്റവും നല്ല അവസ്ഥയാണ്. റമദാനിൽ നമ്മൾ ശീലിച്ചതും ചെയ്തതുമായ ഏത് കർമ്മങ്ങളും റമദാന് ശേഷമുള്ള മാസങ്ങളിലും ഉണ്ട്. അതിൻ്റെ വിധികളിലും ശ്രേഷ്ഠതകളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ നന്മകളും റമദാനിൽ ചെയ്തൊക്കെ നന്മകളുണ്ട്, അതെല്ലാം റമദാനിന് ശേഷമുള്ള മാസങ്ങളിലുമുണ്ട്. നന്മകൾ തുടരുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.